ചെർപ്പളശ്ശേരി നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. PP സുമോദ് MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ 2026-2027 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത്. EMS ഹാളിൽ നടന്ന വികസന സെമിനാർ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണത്തിലൂടെ വലിയ പുരോഗതി നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് MLA പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. 1920കളിൽ സോവിയറ്റ് റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് 1951 ഉണ്ടാവുകയും ഓരോ 5 വർഷവും നമ്മുടെ രാജ്യം വ്യവസായ മേഖലക്കകത്ത്, കാർഷിക മേഖലക്കകത്ത് ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായി 14ാം പഞ്ചവത്സരയുടെ ഭാഗമായി ഇവിടെ ചെർപ്പളശ്ശേരി നഗരസഭയിൽ വികസന സെമിനാർ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളും ഞാനും മനസ്സിലാക്കുന്നത് പോലെ ജനകീയാസൂത്രണ പ്രസ്ഥാനം 30 വർഷം പിന്നിടാൻ വേണ്ടി പോകും. 3 പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റം, നേരത്തെ ഒരു 35 വർഷം മുമ്പ് ഒരു നഗരസഭ ചെയർമാന് ഒരു 2 ലക്ഷം രൂപ മാറ്റണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണം, കനിഞ്ഞ. എന്നാൽ അത് മാറി ഫണ്ടും അധികാരവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ 96-ന് ശേഷം നമ്മുടെ നാട് അതിവേഗത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടായി. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് നഗരസഭ കരട് പദ്ധതി രേഖ. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമമായ ഉൽപ്പാദന വർധന ലക്ഷ്യമിടുന്നു. LSS, USS പരിശീലനം, സായാഹ്ന കോച്ചിംഗ് ക്ലാസ്, സർഗവേദി തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലും പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ആരോഗ്യമേഖലയിൽ ക്യാൻസർ രോഗികൾക്ക് സഹായം, കരൾ ശസ്ത്രക്രിയ ചെയ്തവർക്ക് മരുന്ന് എന്നീ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ കച്ചേരിക്കുന്ന് പാർക്ക്, പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് പാർക്ക്, പൂന്തോട്ടം, ഹാപ്പിനെസ് പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം, നഗരസഭയ്ക്ക് ആംബുലൻസ് വാങ്ങൽ എന്നീ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 24 കോടിയുടെ കരട് പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. വികസന പദ്ധതികളുടെ കരട് രൂപരേഖ വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ K. അനിത അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ VP സമീജ്, U. രേഷ്മ, മുൻ നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ K. നന്ദകുമാർ, K. ബാലകൃഷ്ണൻ, KK സൈതലവി എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.